അതെ അതെ. കാരണം അരുൺ അവിടെയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരുപാട് ദുരന്തത്തിന്റെ ആഘാതത്തിൽ സങ്കടത്തോടെ ആ ഒരു വൈകാരികമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അരുൺ. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ 9 മണിയോടെ തന്നെയാണ് അവിടെ ചടങ്ങുകൾ, ഈ അനുസ്മരണ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയുണ്ട്. ഒപ്പം ആരൊക്കെ ആയിരിക്കും അവിടത്തേക്ക് എത്തിച്ചേരുക, ഈ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരൊക്കെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ചടങ്ങുകളുടെ മറ്റ് പരിപാടികളുടെ വിവരങ്ങൾ കൂടിയായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് മേപ്പാടി പഞ്ചായത്താണ് ഇത്തരമൊരു പരിപാടി, അനുസ്മരണ പരിപാടി, അതോടൊപ്പം തന്നെ പുഷ്പാർച്ചനയൊക്കെ തന്നെ സമർപ്പിച്ചത്. അതിനും മുമ്പ് തന്നെ രാവിലെ ഈ തിരക്കുകളൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവരുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ തന്നെയും ഇവിടെ എത്തിയിരുന്നു. നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ പറയാൻ പറ്റാത്ത പോയ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു വാക്കുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമ്മയ്ക്കായി ആദരാഞ്ജലികൾ ഒരുക്കി ആ ഒരു നിമിഷം കൂടിയാണ് ഇവർ രാവിലെ തന്നെ എത്തി. ആ ഒരു സ്നേഹനിർഭരമാം അമ്മയെന്ന തണലിൽ മതിയാവോളം വിശ്രമിക്കാനായില്ലെങ്കിലും അമ്മയുടെ ആ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും തിളങ്ങി നിൽക്കും. ശാന്തമായി വിശ്രമിക്കൂ അമ്മേ. അങ്ങനെ ഹൃദയം കൊണ്ട് എഴുതി വെച്ച ചില വാക്കുകൾ കൂടിയാണ്. ശരിക്കും ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നേരത്തെ അശ്വതി ചോദിച്ചിരുന്നു, ഈ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടല്ലോ, അത് അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ മാതാപിതാക്കളടക്കമുള്ള ആളുകൾ കൊണ്ട് സമർപ്പിച്ചതാണ്. ആ കളിപ്പാട്ടങ്ങൾ എന്നും കളിപ്പാട്ടങ്ങളോട് പ്രിയമായിരുന്ന നിവേദിനും ധ്യാനും ഇഷാനും ആ കളിപ്പാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഏറെ മധുരം നിറയുന്ന ആ ചോക്ലേറ്റുകൾ, ആ മിഠായികൾ അവർക്ക് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആ മിഠായികൾ അവർ സ്വീകരിക്കാതിരിക്കുക? അത്ര സ്നേഹത്തോടെയല്ലേ ഏറെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ ഇവിടെ വന്ന് എല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ, ആ തിരക്കുകൾക്കൊക്കെ മുമ്പ് തന്നെ സ്വസ്ഥമായി ആ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് ആ കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, അവർക്ക് ആ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹനിർഭരമായ ഒരു ഇതിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ നിന്നും നമുക്ക് പകർത്തി നൽകാൻ കഴിയുന്നത്. ശരിക്കും ഈ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു ഘട്ടം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഒരു പോലെ തന്നെ പ്രശാന്ത സുന്ദരമായ ഒരു നാടായിരുന്നു അത്. എപ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയത്? ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്ന ഒരു ജനതയാണ്. ആ ജനതയ്ക്കാണ് ഒരു വലിയ ആശ്രയമാകേണ്ട പദ്ധതികളൊക്കെ തന്നെ ഇവിടെ വരേണ്ടത്. എന്തായാലും ഈ പുഷ്പാർച്ചനയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. 3 മന്ത്രിമാരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. റവന്യൂ മന്ത്രി AP അനിൽകുമാർ, അതോടൊപ്പം തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി T സിദ്ദിഖ്, അതോടൊപ്പം തന്നെ KM ഷാജി അടക്കം 3 മന്ത്രിമാരുണ്ട്. എന്തായാലും ഇവർക്ക് മുന്നിലേക്ക് നിലവിലുള്ള പ്രശ്നങ്ങൾ, ഈ പ്രതിസന്ധികളൊക്കെ തന്നെ ഇവർക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. പക്ഷേ പരിഹാരങ്ങളില്ല എന്നുള്ള ഒരു വസ്തുത മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 9 മണിയോടെയാണ് ഇവിടെ സർവ്വമത പ്രാർത്ഥനയാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുഷ്പാർച്ചനയുണ്ട്, അതോടൊപ്പം തന്നെ അനുസ്മരണ സമ്മേളനമുണ്ട്. ഈ 3 പരിപാടികളാണ് ഇന്ന് ഈ പുത്തുമലയിലെ ഈ ഹൃദയഭൂമിയിൽ നടക്കുക. അതിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഈ പുനരധിവാസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. സുരക്ഷിതമായി ഇനി ഒരു മഴ പെയ്താൽ പോലും, ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ നാട്ടിലുള്ളവർക്ക് അതൊരു വലിയ ആശങ്കയാണ്. കാരണം അത്ര ഭീകരമായ മുറിവാണ് അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടിരിക്കുന്നത്. ദിവസങ്ങളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ കടന്നു പോയാലും ആ മുറിവ് ഉണക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. കാരണം അത്ര വലിയൊരു വേദനയാണ് ഈ ഒരു ദുരന്തം ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുനരധിവാസം എന്നുള്ളത് ഒരു വലിയ ചർച്ചയാകേണ്ട ഒരു വിഷയം കൂടിയാണ്. എത്രയും വേഗം പുനരധിവാസം നടത്തുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക്, ആ പ്രശ്ന പരിഹാരത്തിലേക്ക് എന്താണോ മുന്നിലുള്ള തടസ്സം, ആ തടസ്സമെല്ലാം നീക്കി മുന്നോട്ട് പോകാനുള്ള ആർജവവും കരുത്തും നമ്മളുടെ ജനപ്രതിനിധികൾ, നമ്മൾ വിട്ട ജനപ്രതിനിധികൾ നടത്തേണ്ട ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് അത് കൃത്യമായ ഒരു ഇടപെടൽ കൂടി നടത്തിയില്ല എങ്കിൽ അത് ഈ ജനതയോട്
വയനാട്ടിലെ സാധുക്കളായ ഈ പാവപ്പെട്ട ആളുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. രണ്ടാം ഘട്ടമാണ് ടൗൺഷിപ്പ് നിർമ്മാണം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ തൊഴിൽ മേഖലയടക്കം സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, പാലങ്ങൾ പൂർണ്ണമായും തകരുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോഴും ബെയിലി പാലം, അന്ന് സൈന്യം നിർമ്മിച്ച ബെയിലി പാലം മാത്രമാണ് ഈ ചൂരൽമലയ്ക്കും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ മേഖലയിലേക്കൊക്കെ തന്നെയാണ് ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ ആണ് അരുൺ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ഹൃദയഭൂവിൽ വേദനകൾ ഒടുങ്ങുന്നില്ല. തീരാവേദനകൾ ഇപ്പോഴും അവിടെ അങ്ങനെ ചുറ്റി നിൽക്കുകയാണല്ലേ. ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാർ മണ്ണിലടിയിൽ പോകേണ്ട സംഭവങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഗർഭസ്ഥ ശിശുവിനെയും മാതാവിനെ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുണ്ട്, വിദേശത്ത് നിന്നവരൊക്കെ. നമുക്കറിയാം, ആ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആ 3 കുഞ്ഞുങ്ങൾ, ആ അമ്മയ്ക്ക് വെച്ചിട്ട് നഷ്ടപ്പെട്ടത് ആ 3 ആൺകുഞ്ഞുങ്ങളെയാണ്. ആ ആൺകുഞ്ഞുങ്ങൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന മധുരമുള്ള ചോക്ലേറ്റുകൾ, പേന, അവരുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ തീർത്തും നെഞ്ചുലയ്ക്കുന്നതാണ്. ഒരുപക്ഷെ അങ്ങനെ അവരുടെ വേദനകൾക്ക് ഒരിക്കലും പകരമാകില്ല. പക്ഷേ അവരുടെ വേദനകൾക്ക് ഒരു ആശ്വാസമെങ്കിലും ആകേണ്ടവർ പക്ഷേ അവഗണന തുടരുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇനിയെങ്കിലും ഈ 2 വർഷം പൂർത്തിയാവുകയാണ്. ഇനിയെങ്കിലും ആ ജീവിതങ്ങൾക്ക്, പാവപ്പെട്ട സാധുക്കളായ മനുഷ്യരാണ്, സാധാരണ ജീവിതങ്ങളാണ്, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇനിയെങ്കിലും മനസ്സ് കാണിക്കണമെന്നാണ് പറയുന്നത്. 298 പേരെ നഷ്ടമായി എന്നാണ് ഔദ്യോഗികമായി നമുക്ക് അറിയാവുന്ന കണക്ക്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ഇപ്പോഴും 32 പേർ കാണാമറയത്തെന്നാണ് പറയുന്നത്. അപ്പോൾ മരണസംഖ്യ ആലോചിച്ച് നോക്കൂ, 298 അല്ല, 300-ന് മുകളിൽ ആൾക്കാരെയാണ് നമുക്ക്. ഒരുപക്ഷെ കേരളം കണ്ട വലിയൊരു ദുരന്തം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, നമ്മളൊക്കെ അന്ന് ഡെസ്കിലുണ്ടായിരുന്ന സമയത്ത് ഈ പല വിഷ്വൽസും നമുക്ക് റോ ആയിട്ട് കാണേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട്. ഈ മരക്കൊമ്പിൽ നിന്നും, അതായത് ഈ ദുരന്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മരക്കൊമ്പിൽ നിന്നും കിട്ടുന്ന കൈപ്പത്തി, മണ്ണിൻ്റെ ചെളിക്കൊപ്പം പുരണ്ട ഭ്രൂണം, പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളുടെ ശരീരം, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകൾ. നിലവിളി ഇപ്പോഴും കാതുകളിൽ മുഴങ്ങിയാണ്. അതെ, അത് വാക്കുകൾ കിട്ടുന്നില്ല ഇപ്പോഴും. നമുക്കത് ആ ദൃശ്യങ്ങളിലൂടെ പോകുമ്പോൾ ശരിക്കും നമ്മൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നത്. നമ്മൾ ഈ അവസ്ഥയിലാണെങ്കിൽ ആ ഉറ്റവരെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ തീർത്തും താങ്ങാൻ പറ്റുന്നില്ല. രാവിലെ തന്നെ പ്രേക്ഷകരിലേക്ക് നെഗറ്റിവിറ്റി എത്തിക്കുകയല്ല, പക്ഷേ നമ്മൾ ഈ ദിവസം ഓർക്കാതെ കടന്നു പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നഷ്ടമായത്.